ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് പാർട്ട് ഇൻ അവർ ഓവർഹെഡ് സീരീസ്. അപ്പൊ ഇനി നമുക്ക് പഠിക്കാനുള്ളത് റെസിപ്രോക്കൽ ബേസിസിലുള്ള സെക്കൻഡ് മെത്തേഡാണ്. നമ്മൾ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ റീ അപ്പോഴ്ച്ച്മെന്റ് ഓഫ് ഓവർഹെഡ്സിന് മൂന്ന് മെത്തേഡ്സ് ഉണ്ടെന്ന് പഠിച്ചു. അതിൽ നമ്മൾ റെസിപ്രോക്കൽ ബേസിസിന് വീണ്ടും നമ്മൾ 3 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു പഠിച്ചിരുന്നു. അതില് ഫസ്റ്റ് ഡിവിഷൻ അല്ലെങ്കിൽ റെസിപ്രോക്കൽ ബേസിസിന്റെ ഫസ്റ്റ് മെത്തേഡ് നമ്മൾ കവർ ചെയ്തിരുന്നു. അത് സൈമൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ് ആയിരുന്നു. മാത്തമാറ്റിക്കൽ ഇക്വേഷൻ വെച്ചിട്ട് സോൾവ് ചെയ്യുന്നത് അത് നമ്മൾ പഠിച്ചു. അടുത്തതിന് നമുക്ക് പഠിക്കാനുള്ളത് റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. അപ്പൊ റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിന്റെ അകത്ത് നമ്മൾ ചെയ്യുന്നത് എന്താണെന്നാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അതിനു മുൻപ് റെസിപ്രോക്കൽ ബേസിസ് എന്താണെന്ന് ഓർമ്മ ഇടണം. എപ്പോഴാണ് നമ്മൾ റെസിപ്രോക്കൽ ബേസിസ് അല്ലെങ്കിൽ റെസിപ്രോക്കൽ മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യാന്ന് വെച്ചാല് എവിടെയാണോ ഒരു സർവീസ് ഡിപ്പാർട്ട്മെന്റ് മറ്റൊരു സർവീസ് ഡിപ്പാർട്ട്മെന്റിന് സർവീസ് കൊടുക്കുകയും ഗിവ് ചെയ്യുകയും ആ സർവീസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ ഇങ്ങോട്ട് സർവീസ് റിസീവ് ചെയ്യുകയും ചെയ്യുന്നത്, അങ്ങനത്തെ കേസുകളാണ് നമ്മൾ റെസിപ്രോക്കൽ ബേസിസ് എന്ന് പറഞ്ഞ് റെസിപ്രോക്കൽ ബേസിസ് നമ്മൾ യൂസ് ചെയ്യും. ഇത് മറന്നുപോയി നമ്മൾ പഠിച്ച കാര്യം. അപ്പൊ നമ്മൾ ഇതിന് എക്സാമ്പിൾ ആയിട്ട് പഠിച്ചിരുന്ന ഫോർ എക്സാമ്പിൾ റിപ്പയർ ഡിപ്പാർട്ട്മെന്റും ഉണ്ട്, അതേപോലെ തന്നെ പവർ ഡിപ്പാർട്ട്മെന്റും ഉണ്ട്. രണ്ടും സർവീസ് ഡിപ്പാർട്ട്മെന്റ്സ് ആണ്. അപ്പൊ റിപ്പയർ ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യുന്നു? പവർ ഡിപ്പാർട്ട്മെന്റിന് സർവീസ് കൊടുക്കുന്നു. അവർക്ക് അവരുടെ ജനറേറ്റർ എന്തെങ്കിലും റിപ്പയർസ് വരുമ്പോൾ അത് റിപ്പയർ ചെയ്ത് കൊടുക്കും. അതേപോലെ തന്നെ പവർ ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യുന്നു? തിരിച്ച് റിപ്പയർ ഡിപ്പാർട്ട്മെന്റ് എന്ത് കൊടുക്കുന്നു? പവർ കൊടുക്കും. അപ്പൊ ഇവിടെ എന്താ ഗിവും ചെയ്യുന്ന സർവീസ് റിസീവും ചെയ്യുന്നു. അപ്പൊ ഇങ്ങനത്തെ മെത്തേഡ്സിലാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ നടക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാല് പവർ ഡിപ്പാർട്ട്മെന്റിന്റെ ടോട്ടൽ കോസ്റ്റ് എടുക്കുമ്പോൾ അതിന്റെ ഒരു പോർഷൻ, ആ ടോട്ടൽ കോസ്റ്റിന്റെ ചെറിയൊരു പോർഷൻ, അവരുടെ സർവീസിന്റെ ചെറിയൊരു പോർഷൻ ആർക്ക് വേണ്ടി വന്നാണ്? റിപ്പയർ ഡിപ്പാർട്ട്മെന്റിന് കൊടുത്ത സർവീസിന് വേണ്ടി വന്നതാണ്. അപ്പൊ ആ പോർഷൻ എങ്ങോട്ട് അപ്പോർഷൻ ചെയ്യണം? റിപ്പയർ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അപ്പോർഷൻ ചെയ്യണം. ഇങ്ങനത്തെ കേസുകളിലാണ് നമ്മൾ റെസിപ്രോക്കൽ ബേസിസ് എടുക്കുക. ഇപ്പൊ ഇനി നമുക്ക് പഠിക്കാനുള്ളത്, ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് റിപ്പീറ്റഡ് റീഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് ആണ്. അപ്പൊ റിപ്പീറ്റഡ് റീഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ, റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാല് ആ നെയിം സജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാല് വീണ്ടും 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 ഡിസ്ട്രിബ്യൂഷൻസ് നടത്തും. നേരത്തെ ചെയ്ത പോലെ ഒരു പ്രാവശ്യമല്ല ഡിസ്ട്രിബ്യൂഷൻ നടത്തും, നമ്മൾ ഒരുപാട് പ്രാവശ്യം ഡിസ്ട്രിബ്യൂഷൻ നടത്തും. എപ്പോ വരെ സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ കോസ്റ്റ് അല്ലെങ്കിൽ ഓവർ ഹെഡ്സ് 0 ആവുന്നില്ല അതുവരെ വീണ്ടും 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 നമ്മൾ റേഷ്യോന്റെ ബേസിൽ ഡിസ്ട്രിബ്യൂഷൻ നടത്തും. അതാണ് റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. ഇനി ഇതിന്റെ സ്റ്റെപ്സ് പിന്നെ നിങ്ങളൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. വളരെ ഈസി മെത്തേഡാണ്. ഇതിന്റെ സ്റ്റെപ്സ് ഒന്ന് നോക്കാം. സ്റ്റെപ്സിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യുക എന്താന്ന് വെച്ചാല് നമുക്ക് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞിട്ട് കിട്ടിയ എമൗണ്ടിനെ ആദ്യം നമ്മൾ ഫസ്റ്റ് സർവീസ് ഡിപ്പാർട്ട്മെന്റ് എമൗണ്ട് എന്ത് ചെയ്യും? ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റ്സിൽ തന്നിരിക്കുന്ന റേഷ്യോയിൽ നമ്മൾ എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു റെസിപ്രോക്കൽ ബേസിസ് ആണ്. അതിനെ കൊണ്ട് സർവീസ് ഡിപ്പാർട്ട്മെന്റിലും കോസ്റ്റ് റീഅപ്പോർഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? റീഅപ്പോർഷൻ ചെയ്യും. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇത് കഴിഞ്ഞിട്ട് ഇതേപോലെ തന്നെ ആർക്ക് ചെയ്യും? സെക്കൻഡ് ഡിപ്പാർട്ട്മെന്റിനും സെക്കൻഡ് സർവീസ് ഡിപ്പാർട്ട്മെന്റിനും നമ്മൾ ചെയ്യും. പക്ഷെ സെക്കൻഡ് സർവീസ് ഡിപ്പാർട്ട്മെന്റ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാല് സെക്കൻഡ് സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞിട്ടുള്ള ഫിഗറിന്റെ കൂടെ എന്ത് ചെയ്യും? ഇവിടെ ഫസ്റ്റ് സർവീസ് ഡിപ്പാർട്ട്മെന്റ് റീഅപ്പോർഷൻ നടത്തുമ്പോൾ ഒരു പോർഷൻ ആർക്കും കൊടുത്തിട്ടുണ്ടാവും? സെക്കൻഡ് സർവീസ് ഡിപ്പാർട്ട്മെന്റിനും കൊടുത്തിട്ടുണ്ടാവും. അതും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ സെക്കൻഡ് സർവീസ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യുക? റീഅപ്പോർഷൻ ചെയ്യുക. കേട്ടിട്ട് കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട. ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. വളരെ ഈസി സ്റ്റെപ്പാണ്. അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ തേർഡ് സർവീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിൽ S1 എന്നും S2 എന്നും അപ്പോർഷൻ ചെയ്ത് കിട്ടുന്ന എമൗണ്ടും അതിന്റെ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞിട്ടുള്ള എമൗണ്ടും കൂടി ആഡ് ചെയ്ത് അതിനെയും ചെയ്യാം. ഈ പ്രോസസ്സ് എത്ര സർവീസ് ഡിപ്പാർട്ട്മെന്റോ അത്രയും എന്ത് ചെയ്യുക? കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ. ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? റിപ്പീറ്റ് ദ പ്രോസസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ അഗെയിൻ ബിഗിനിങ് വിത്ത് ഇപ്പൊ സേ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ബാലൻസ് എന്തെങ്കിലും വരികയാണെങ്കിൽ വീണ്ടും എന്ത് ചെയ്യുക? ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. എപ്പോൾ വരെ എല്ലാ സർവീസ് ഡിപ്പാർട്ട്മെന്റിലെ എമൗണ്ടും 0 ആവുന്നില്ല അതുവരെ, കോളത്തിലെ എമൗണ്ടും 0 ആവുന്നില്ല അതുവരെ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് നിൽക്കുക. അതേപോലെ തന്നെ സ്മോൾ ഫിഗേഴ്സ് വരുമ്പോൾ, അതായത് 10ന്റെ താഴത്തുള്ള ഫിഗേഴ്സ് വരുമ്പോൾ അതിനെ ആർക്ക് മാത്രം അപ്പോർഷൻ ചെയ്ത് കൊടുക്കുക? നമ്മുടെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് മാത്രം അപ്പോർഷൻ ചെയ്യും. അപ്പൊ തിയറി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തിയറി കൂടുതൽ കേട്ട് കഴിഞ്ഞാൽ ഇത് കൂടുതൽ കൺഫ്യൂസിംഗ് ആവും. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഇത് മനസ്സിലാക്കാം. ഒരു സിംഗിൾ പ്രോബ്ലം നിങ്ങൾ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. അപ്പൊ നമുക്ക് റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിൽ ഒരു
ക്വസ്റ്റ്യൻ ചെയ്യും. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന് ആൻസർ കൂടി ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. സ്റ്റെപ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചു. തിയറി പഠിക്കുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു, പക്ഷെ അത് അപ്ലിക്കേഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് എത്ര എളുപ്പമുള്ള കാര്യമാണ്. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യൻ ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മൾ സൈമൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡിൽ എടുത്ത സെയിം ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് റെഫർ ചെയ്ത് എന്താ ചേഞ്ചസ് എന്നുള്ളത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, നമുക്ക് എന്നാലും ഒന്ന് ക്വസ്റ്റ്യൻ ഒന്ന് റീഡ് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: എ കമ്പനി ഹാസ് 3 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് 2 സർവീസ് ഡിപ്പാർട്ട്മെന്റ്സ്. അപ്പോൾ നേരത്തെ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ തന്നെ 3 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റും 2 സർവീസ് ഡിപ്പാർട്ട്മെന്റും ഉണ്ട്. അവരുടെ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞിട്ടുള്ള ഡാറ്റയാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞിട്ട് അവർക്ക് വന്നിരിക്കുന്ന കോസ്റ്റുകളാണ്, എല്ലാ ഡിപ്പാർട്ട്മെന്റ് കോസ്റ്റുകളുമാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. അതിന്റെ കൂടെ എങ്ങനെയാണ് ഇവരുടെ ടോട്ടൽ ഓവർ ഹെഡ്സിനെ അപ്പോർഷൻ ചെയ്യേണ്ടതെന്നുള്ള റേഷ്യോ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ യൂസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകണം. ഇനി ആൻസറിലാണ് ഡിഫറൻസ് ഉള്ളത്. അപ്പോൾ നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്ന മെത്തേഡ് ഇതാണ്. റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് ആണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നേരത്തെ ചെയ്ത പോലെ ഇക്വേഷൻ മെത്തേഡ് അല്ല, അതിനെ കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സ്റ്റേറ്റ്മെന്റ് പോലെ വരയ്ക്കണം, ഒരു അക്കൗണ്ട് പോലെ നമ്മൾ എന്ത് ചെയ്യണം, വരയ്ക്കണം. അപ്പൊ ഇതാണ് ഇതിന്റെ ഫോർമാറ്റ്. അപ്പൊ ഫോർമാറ്റിൽ ഇങ്ങനെയാണ്. ഇത്രയും നേരം നമ്മൾ പഠിച്ചതിലെല്ലാം എന്തുണ്ടായിരുന്നു, ടോട്ടൽ കോളം ഉണ്ടായിരുന്നു. ഇവിടെ എന്ത് ഇല്ല, ടോട്ടൽ കോളം ഇല്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കും കോളംസ് വേണം. ഓക്കെ, എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കും കോളംസ് വേണം. ഓക്കെ, അപ്പൊ ഇതാണ്. ഇനി ഇതില് നമ്മൾ ഓരോ ഐറ്റം ആയിട്ട് എന്ത് ചെയ്യണം, ഇതിൽ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, റീഅപ്പോർഷൻ ചെയ്യണം. ഫസ്റ്റ് ഐറ്റം നമ്മുടെ പ്രൈമറി ആസ് പെർ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ. സോ ഫസ്റ്റ് ആസ് പെർ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ ഡാറ്റയാണ്. പ്രൈമറി ഡിസ്ട്രിബ്യൂഷന്റെ അനുസരിച്ചുള്ള ഡാറ്റ ഇതാണ്. അപ്പൊ നമ്മൾ അത് എല്ലാ കോളത്തിലേക്ക് എൻ്റർ ചെയ്യുക. ഇവിടെ നിന്നാണ് ഡാറ്റ വരുന്നത്. എക്ക് 25, ബിക്ക് 31, സി ഇറ്റ് ഈസ് 28, എക്സ് ഇറ്റ് ഈസ് 8000 ആൻഡ് വൈ ഇറ്റ് ഈസ് 13,900. ഇനി നമ്മൾ റീഅപ്പോർച്ച്മെന്റ് നടത്തും. റീഅപ്പോർച്ച്മെന്റ് നടത്തുമ്പോൾ ആദ്യം നമ്മൾ സ്റ്റെപ്സിൽ പഠിച്ചു, ഇതായിരുന്നു ആദ്യം ഫസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇത് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യാം. ഫസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. എക്സിന്റെ ഏത് ഫിഗർ ആണ് നമ്മൾ റീഅപ്പോർഷൻ ചെയ്യേണ്ടത്, ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞിട്ട് തന്നിട്ടുള്ള ഈ ഫിഗറിനെയാണ് നമ്മൾ ആദ്യം റീഅപ്പോർഷൻ ചെയ്യുക. അതായത് നമ്മൾ ഇവിടെ എഴുതിയ ഫിഗറിനെയാണ്, ഇവിടെ ബാലൻസ് കാട്ടുന്ന ഫിഗറിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആദ്യം നമ്മൾ റീഅപ്പോർഷൻ ചെയ്യേണ്ടത്. അപ്പൊ അത് എങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ 8000 ഏത് റേഷ്യോയിലാണ് ഈ 8000 റീഅപ്പോർഷൻ ചെയ്യാന്നുള്ളതും ക്വസ്റ്റ്യനിലുണ്ട്. ഈ റേഷ്യോയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, റീഅപ്പോർഷൻ ചെയ്യേണ്ടത്. അതായത് നമുക്ക് 3:2:4:1 എന്ന് നമുക്ക് അതിനെ എഴുതാം. ഓക്കെ, ഇനി ഈ റേഷ്യോയിൽ നമ്മൾ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ വർക്കിംഗ് നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ 8000 ആണ് നമുക്ക് റീഅപ്പോർഷൻ ചെയ്യേണ്ടത്. ഇതാണ് റേഷ്യോ. അപ്പൊ ഡിപ്പാർട്ട്മെന്റ് എയിലേക്ക് എത്ര പോകും, 3. അപ്പൊ 3/10 ചെയ്യുക, 2400 വരും. അതേപോലെ ഓരോ ഡിപ്പാർട്ട്മെന്റ്സിലേക്ക്. ഓക്കെ, നിങ്ങൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏത് ഡിപ്പാർട്ട്മെന്റേതാണോ നിങ്ങൾ റീഅപ്പോർഷൻ ചെയ്യുന്നത്, ആ ഡിപ്പാർട്ട്മെന്റിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആ എമൗണ്ട് മൈനസ് ഫിഗറിൽ കാട്ടും. മൈനസ് ആയിട്ട് 2 കോളം ഇട്ടിട്ട് അല്ലെങ്കിൽ മൈനസ് സിമ്പിൾ ഇട്ടിട്ട് കാട്ടും. ഇവിടെ നമ്മൾ റീഅപ്പോർഷൻ ചെയ്ത ഡിപ്പാർട്ട്മെന്റ് എക്സിലാണ് 8000 ആണ് റീഅപ്പോർഷൻ ചെയ്തത്. അപ്പൊ ആ എമൗണ്ട് ഇവിടെ കാട്ടും. ഇതിങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഇപ്പൊ 8000 ആയിരുന്നു ഇവിടെ റീഅപ്പോർഷൻ ചെയ്യാനുള്ളത്, 8000 ചെയ്ത് കഴിഞ്ഞു. അപ്പൊ എന്താണ് ഇവിടെ പോസിറ്റീവ് 8000, നെഗറ്റീവ് 8000. അതായത് ഈ കോളത്തിലുള്ള എല്ലാ എമൗണ്ടും നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞു, റീഅപ്പോർഷൻ ചെയ്ത് കഴിഞ്ഞു. ഇതിന്റെ ബാലൻസ് എത്രയായി, ഇപ്പൊ ഇതിന്റെ ബാലൻസ് 0 ആണ്. ഇതിനു വേണ്ടിയാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ മൈനസ് ഫിഗേഴ്സിൽ. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞു, എക്സിന്റെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തിലേക്ക് പോകും, വൈന്റെ. ഇപ്പൊ ഡിപ്പാർട്ട്മെന്റ് വൈന്റെ നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എക്സ് നമ്മൾ 8000 ആയിരുന്നു ക്വസ്റ്റ്യനിൽ എടുത്തത്. അപ്പൊ വൈയില് നമ്മൾ 13,900 എടുത്ത് നമ്മൾ റീഅപ്പോർഷൻ ചെയ്യും, നമുക്ക് മിസ്റ്റേക്ക് വരും. വൈക്ക് തുടങ്ങുമ്പോൾ എത്രയായിരുന്നു, ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 13,900 പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇവിടെ എന്തായി, എക്സ് ഡിപ്പാർട്ട്മെന്റ് റീഅപ്പോർഷൻ ചെയ്യുമ്പോൾ എക്സിന്റെ കോസ്റ്റിന്ന് ഒരു ഭാഗം എങ്ങോട്ടും റീഅപ്പോർഷൻ ചെയ്ത് കൊടുത്തു, വൈയിലേക്കും റീഅപ്പോർഷൻ ചെയ്തു. അപ്പൊ അതും കൂടി ആഡ് ചെയ്തിട്ട് കിട്ടുന്ന ഫിഗറിനെയാണ് വൈ എന്ത് ചെയ്യുന്നത്, ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് വൈന്റെ ടോട്ടൽ ഓവർഹെഡ് അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കിട്ടുന്ന ഫിഗറിനെയാണ് എന്ത് ചെയ്യുന്നത്, വൈ ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് എന്ത് ചെയ്യുന്നത്, റീഅപ്പോർഷൻ ചെയ്യുന്നത്. ആ റീഅപ്പോർഷൻ ചെയ്യേണ്ട റേഷ്യോ ഇതാണ്, 40:15:25:20. അത് നമുക്ക് 8:3:5:4 എന്നും നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ അതിൽ ചെയ്യുമ്പോൾ എങ്ങനെ വരും, 14,700 ആണ്. അതിനെ ഓരോന്നിനെയും ഈ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഫിഗേഴ്സ് കിട്ടും.
ഇവിടെ നമ്മൾ 14,800 മൈനസ് ഫിഗർ കാട്ടുന്നത് എന്താ വെച്ചാൽ ഇതുവരെ വൈക്ക് വന്നിരിക്കുന്ന ടോട്ടൽ കോസ്റ്റുകൾ എന്തായി നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞു, അപ്പോർഷൻ ചെയ്ത് റീഅപ്പോർഷൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവിടെ ഈ കോളത്തിലൊന്നും ബാക്കി. അപ്പൊ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ കഴിഞ്ഞോ അല്ലെ? നമ്മൾ എക്സും റീഅപ്പോർഷൻ ചെയ്തു, വൈയും റീഅപ്പോർഷൻ ചെയ്തു, ക്വസ്റ്റ്യൻ കഴിഞ്ഞോ? ഇല്ല. അപ്പൊ നിങ്ങൾ പഠിച്ചൊരു കോൺസെപ്റ്റ് ആലോചിക്കുക. സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ റീഅപ്പോർച്ച്മെന്റ് ഓഫ് ഓവർ ഹെഡ് കഴിയുമ്പോൾ സർവീസ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു സർവീസ് ഡിപ്പാർട്ട്മെന്റിലും എന്തുണ്ടാവാൻ പാടില്ല, ഒരു കോസ്റ്റ് പോലും അല്ലെ ₹1 കോസ്റ്റ് പോലും ബാക്കി ഉണ്ടാവാൻ പാടില്ല. എല്ലാം ആർക്ക് റീഅപ്പോർഷൻ ചെയ്ത് കൊടുത്തിരിക്കണം? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് റീഅപ്പോർഷൻ ചെയ്ത് കൊടുക്കണം. അപ്പൊ നിങ്ങൾ എല്ലാ സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞാലും, എല്ലാ റീഅപ്പോർഷൻ ചെയ്ത് കഴിഞ്ഞാലും സർവീസ് ഡിപ്പാർട്ട്മെന്റിനെ ചെക്ക് ചെയ്യാം, എന്തെങ്കിലും കോസ്റ്റ് ബാലൻസ് ഉണ്ടോ ചെക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ എക്സിനെ ചെക്ക് ചെയ്യുമ്പോൾ എക്സിനുള്ളത് 8,000 ആയിരുന്നു. ആ 8,000 നമ്മൾ ഈ സ്റ്റെപ്പിൽ എന്ത് ചെയ്തു, റീഅപ്പോർഷൻ ചെയ്തു. അപ്പൊ അതിനെ മൈനസ് ആക്കി, ഇവിടെ 0 ഫിഗർ ആയിരുന്നു. പക്ഷേ വൈ ഈ 14,700 റീഅപ്പോർഷൻ ചെയ്യുമ്പോൾ അതിന്റെ ഒരു ഭാഗം ആർക്ക് വന്നു? അതിന്റെ 20%, ഇവിടെ പറഞ്ഞിരുന്നു, അതിന്റെ 20% ആർക്ക് വന്നു? എക്സിന് വന്നു. അപ്പൊ എക്സിന് എത്ര ആയില്ല? 0 ആയില്ല. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? നേരത്തെ ചെയ്ത ഫസ്റ്റ് സ്റ്റെപ്പ്, ഈ സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും ഈ സ്റ്റെപ്പ് നമ്മൾ വീണ്ടും ചെയ്യണം. ഈ സ്റ്റെപ്പ് നമ്മൾ വീണ്ടും ചെയ്യണം എന്ന് പറയുമ്പോൾ എമൗണ്ട് ഏതാണ്? ബാലൻസ് ഉള്ള എമൗണ്ട് വെച്ചിട്ട് നമ്മൾ ഈ സ്റ്റെപ്പ് എന്ത് ചെയ്യണം? വീണ്ടും. ഇതിനെ കൊണ്ടാണ് നമ്മൾ ഈ മെത്തേഡിന് റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ. ഒരു പ്രാവശ്യം ചെയ്തു, സെയിം വീണ്ടും ചെയ്തു. പക്ഷെ ഇവിടെ എമൗണ്ട് ബാലൻസ്, ഈ കോളത്തിൽ ബാലൻസ് ഉള്ള റേഷ്യോ ഒക്കെ സെയിം റേഷ്യോ തരും. അപ്പൊ അത് നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്യും. ഈ റേഷ്യോ നമുക്ക് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം, നിങ്ങളുടെ കാൽക്കുലേറ്റർ ചെക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾ മൈനസ് ഫിഗർ കാട്ടി. അപ്പൊ ഇവിടെ വീണ്ടും 0 ആയി. 2,940 ഉണ്ടായിരുന്നു. അതിനെ നിങ്ങൾ എന്ത് ചെയ്തു? റീഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഇപ്പൊ ഇവിടെ വീണ്ടും മൈനസ് ഫിഗർ കാട്ടി 0 ആയി. ഓക്കെ. ഇനി ഇത് നോക്കുമ്പോ ഇനി വീണ്ടും ഈ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾ എന്ത് നോക്കുക? സർവീസ് ഡിപ്പാർട്ട്മെന്റ് ചെക്ക് ചെയ്യുക. സർവീസ് ഡിപ്പാർട്ട്മെന്റ് രണ്ടും 0 ആയോ കോസ്റ്റ്? ഇല്ല. ഇവിടെ എന്ത് വന്നു? ഈ 2,940 റീഅപ്പോർഷൻ ചെയ്തപ്പോ അതിന്റെ 10% ആർക്ക് വന്നു? വൈക്ക് വീണ്ടും വന്നു. അപ്പൊ എന്ത് ചെയ്യണം? വീണ്ടും വൈന്റെ ഈ എമൗണ്ട് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും വൈന്റെ ഈ എമൗണ്ട് നമ്മൾ റീഅപ്പോർഷൻ, വീണ്ടും വൈന്റെ ഈ എമൗണ്ട് നമ്മൾ ആ റേഷ്യോയിൽ നമ്മൾ എന്ത് ചെയ്യണം? റീഅപ്പോർഷൻ ചെയ്യും. അപ്പൊ നമ്മള് വൈന്റെ ബാലൻസ് വന്ന 294 വീണ്ടും റീഅപ്പോർഷൻ ചെയ്യും. അപ്പോൾ ബാലൻസ് വന്ന 294 വീണ്ടും നമ്മൾ റീഅപ്പോർഷൻ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ വരും? അങ്ങോട്ട് ആ 294 സെയിം റേഷ്യോയില് 8:3:5:4 നമ്മൾ റീഅപ്പോർഷൻ ചെയ്യും. എന്നിട്ട് വൈയിൽ നമ്മൾ എന്ത് ചെയ്തു? മൈനസ് ഫിഗറിൽ കാട്ടും. അപ്പൊ ഇവിടെ എത്ര വന്നു? വീണ്ടും എക്സിൽ വന്നു. വീണ്ടും നമ്മൾ ചെക്ക് ചെയ്യുന്നു സർവീസ് ഡിപ്പാർട്ട്മെന്റിൽ ബാലൻസ് ഉണ്ടോ. സർവീസ് ഡിപ്പാർട്ട്മെന്റിൽ വീണ്ടും ബാലൻസ് വന്നു. എത്ര? 59. ആ 59 നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം? വീണ്ടും എക്സിന്റെ റേഷ്യോയില് നേരത്തെ ചെയ്ത പോലെ, ഇവിടെ ചെയ്ത പോലെ എന്ത് ചെയ്യണം? എക്സിന്റെ റേഷ്യോയില് നമ്മൾ വീണ്ടും അതിന് എന്ത് ചെയ്യും? റീഅപ്പോർഷൻ ചെയ്യണം, റിപ്പീറ്റ് ചെയ്യും. സെയിം സ്റ്റെപ്പ് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ 59 അപ്പോർഷൻ ചെയ്യും. 59 അപ്പോർഷൻ ചെയ്യുന്നു. അപ്പൊ എക്സിന്റെ കോളം എന്തായി? വീണ്ടും 0 ആയി. കാരണം ഇവിടെ 59 ആയിരുന്നു ബാലൻസ് ഉള്ളത്. ഇവിടെ 59 ഈ സ്റ്റെപ്പിൽ നമ്മൾ വീണ്ടും 59 റീഅപ്പോർഷൻ ചെയ്തു. പിന്നെ ബാലൻസ് വന്നു എന്തില്? വൈയിൽ വീണ്ടും 6 ഒരു ബാലൻസ് വന്നു. ഇനി ശ്രദ്ധിക്കുക, ഇങ്ങനത്തെ ചെറിയ ഫിഗർ, ഈ 10ന്റെ താഴത്തേക്കുള്ള ഫിഗേഴ്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ നെഗ്ലിജിബിൾ അല്ലെങ്കിൽ സ്മോൾ ഫിഗേഴ്സ് ആയിട്ട് കാണും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണ്ട? 10ന്റെ താഴത്തേക്ക് എമൗണ്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും അതിനെ സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് എടുക്കണ്ട. അതിനെ എങ്ങോട്ട് മാത്രം അപ്പോർഷൻ ചെയ്യുക? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് മാത്രം അപ്പോർഷൻ ചെയ്യുക. അപ്പൊ 6നെ നമ്മൾ വീണ്ടും അപ്പോർഷൻ ചെയ്യുന്നു. അത് കഴിയുമ്പോൾ എന്തില്ല? ഡിപ്പാർട്ട്മെന്റ് എക്സില് ബാലൻസ് ഇല്ല. ഡിപ്പാർട്ട്മെന്റ് എക്സിനും 0 ആയി. ഇവിടെ 6 ആയിരുന്നു. ഈ 6നെ അപ്പോർഷൻ ചെയ്ത് ഇവിടെ എന്തായി? 0 ആയി. ഇപ്പൊ രണ്ട് ഡിപ്പാർട്ട്മെന്റ് 0 ആയി. ഇനി ഇത് എന്ത് ചെയ്യണം? നമുക്ക് ടോട്ടൽ ചെയ്യണം. ടോട്ടൽ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ കോളംസ് 0 ആയാൽ മാത്രമേ നിങ്ങൾ ടോട്ടൽ ചെയ്യാൻ പാടുള്ളൂ. അത് 0 ആയി എന്ന് പറയുന്ന ഇത് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ മൈനസ് ഫിഗർ ഇട്ടത്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ 8,000 ആയിരുന്നു, മൈനസ് 8,000. അപ്പൊ അത് 0 ആയി. 2,940 മൈനസ് 2,940 0 ആയി. 59 മൈനസ് 59 0 ആയി. ഇതേപോലെ തന്നെ വൈന്റെ കേസിൽ. അപ്പൊ ഈ സർവീസ് ഡിപ്പാർട്ട്മെന്റ് രണ്ടും 0 ആയി കഴിഞ്ഞു. സർവീസ് ഡിപ്പാർട്ട്മെന്റിൽ വന്നിരിക്കുന്ന കോസ്റ്റ്, എല്ലാ കോസ്റ്റുകളും നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൽ നമ്മൾ എന്ത് ചെയ്യും? ടോട്ടല് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഈ ആൻസർ ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് നമ്മൾ ഫസ്റ്റ് സൈമിൾട്ടേനിയസ് ഇക്വേഷനിൽ ചെയ്ത ആൻസറുമായിട്ട് ചെക്ക് ചെയ്യുക. സെയിം ആൻസർ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ഈ മെത്തേഡ്. വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. ഓക്കെ. ഇനി എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഫ്യൂച്ചർ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
ആൻഡ് താങ്ക്